നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തെ നടുക്കിക്കൊണ്ട് ചിമ്പാൻസികൾ തമ്മിലുള്ള ഒരു യുദ്ധം. ജന്തുലോകത്ത് മനുഷ്യന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ചിമ്പാൻസികൾ. ഈ ചിമ്പാൻസികളുടെ ബുദ്ധികൂർമ്മത, സാമൂഹിക ബന്ധങ്ങൾ, ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ്, ഇവയൊക്കെ എപ്പോഴും പഠന വിധേയമാക്കിയിരുന്നു മനുഷ്യർ. ഇപ്പോഴിതാ അവരുടെ സ്വഭാവത്തിലെ ഒരു ഇരുണ്ട വശമാണ് നമ്മൾ കേൾക്കുന്നത്. അതിക്രൂരരായ ചില ചിമ്പൻസികൾ. ക്രൂരതയും ആക്രമണ മനോഭാവവും ഈ ചിമ്പാൻസികളിൽ വളരെ കൂടുതൽ. ഗൊറില്ല പോലുള്ള മറ്റ് ആൾക്കുരങ്ങ് വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ചിമ്പൻസികൾ പലപ്പോഴും അപകടകാരികളായി തീരും. ചിമ്പാൻസികളുടെ കൂട്ടം ഒരു ഗോത്രവർഗം എന്നതുപോലെയാണ് ജീവിക്കുന്നത്. ഒരു തലവൻ ചിമ്പാൻസിക്ക് കീഴിൽ അണിനിരത്തപ്പെട്ട സമൂഹം. ഉഗാണ്ടയിലെ വനങ്ങളിൽ ഇപ്പോൾ കൊടും ക്രൂരമായ ഒരു ആഭ്യന്തര യുദ്ധം നടക്കുന്നു. പതിറ്റാണ്ടുകളായി സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന ചിമ്പാൻസി കൂട്ടം രണ്ടായി പിരിയുന്നു. തുടർന്ന് പരസ്പരം കൊന്നൊടുക്കുന്ന ഒരു യുദ്ധം. ഉഗാണ്ടയിലെ കിബാല നാഷണൽ പാർക്കിലെ എൻഗോഗ ചിമ്പാൻസി കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ ചോരക്കളി നടക്കുന്നത്. 2018 ആരംഭിച്ച യുദ്ധം 2026 എത്തിയിട്ടും ഇതുവരെ അവസാനിക്കുന്നില്ല. ഈ ചോരക്കളിയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 28 ചിമ്പാൻസികൾ. ഒരു സംഘം മറ്റൊരു സംഘത്തിലെ 28 അംഗങ്ങളെ കൊലപ്പെടുത്തുന്നു. മുതിർന്ന ആൺ ചിമ്പൻസികളെയും കുഞ്ഞുങ്ങളെയുമാണ് കൂടുതൽ അവർ കൊന്നൊടുക്കിയത്. 1995 മുതൽ ഗവേഷകർ നിരീക്ഷിച്ചു വരികയാണ് എൻഗോഗോ ഗ്രൂപ്പ്, ലോകത്തിലെ ഏറ്റവും വലിയ ചിമ്പൻസി സമൂഹം. 200 അംഗങ്ങളുണ്ടായിരുന്ന ഒരു വലിയ കൂട്ടം. പിന്നീട് 2015 കൂട്ടം ഇരുവിഭാഗമായി തിരിയുന്നു. വർഷങ്ങളോളം ഒന്നിച്ച് നടക്കുകയും ഭക്ഷണം പങ്കിടുകയും ചെയ്തിരുന്നവർ പെട്ടെന്ന് ശത്രുക്കളായി മാറി. 2017 ഈ യുദ്ധം ശക്തി പ്രാപിച്ചത്. ഒരു കൂട്ടം ചിമ്പൻസികൾ വെസ്റ്റേൺ എന്ന പേരിലും മറ്റൊരു കൂട്ടം ചിമ്പൻസികൾ സെൻട്രൽ എന്ന പേരിലും അറിയപ്പെട്ടു. വെസ്റ്റേൺ ഗ്രൂപ്പ് സെൻട്രൽ ഗ്രൂപ്പിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. മുതിർന്ന ആൺ ചിമ്പാൻസികളെയും കുഞ്ഞുങ്ങളെയും ഇവർ പ്രധാനമായും ലക്ഷ്യം വെച്ചു. കടിക്കുക, ചവിട്ടുക, നിലത്തിട്ടടിക്കുക തുടങ്ങി ക്രൂരമായ രീതികൾ മറുവിഭാഗം ആവിഷ്കരിച്ചു. ചിമ്പൻസികളുടെ എണ്ണം അമിതമായി വർദ്ധിച്ചതും ഭക്ഷണത്തിനുള്ള മത്സരവുമാണ് ഈ ഭിന്നതയ്ക്ക് മുഖ്യ കാരണം. സ്ത്രീ ചിമ്പൻസികളെ പ്രാപിക്കാനുള്ള മത്സരവും ഇതിന് പിന്നിലുണ്ട്. ആൺ ചിമ്പാൻസികൾക്കിടയിലെ അധികാര തർക്കവും ഈ ആഭ്യന്തര യുദ്ധത്തിന് ആക്കം കൂട്ടി. പിന്നീട് ഗവേഷകർ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത് ഉഗാണ്ടൻ മഴക്കാടുകളിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു നിഗൂഢ യുദ്ധത്തെക്കുറിച്ചാണ്. ഈ യുദ്ധം മതത്തിന്റെ പേരിലല്ല, എണ്ണയുടെ പേരിലല്ല, മനുഷ്യരാശി യുദ്ധം ചെയ്യുന്ന ദ്രവ്യാഗ്രഹങ്ങളുടെ പേരിലല്ല. എന്നാൽ മനുഷ്യരാശിയെ സംബന്ധിച്ച് ഭയാനകമായി ശ്രദ്ധിക്കേണ്ട പലതും ഈ യുദ്ധത്തിലുണ്ട്. ആയിരക്കണക്കിന് മൈലുകൾ അകലെ ആഫ്രിക്കൻ മഴക്കാടുകളിലെ ഒരു ഘോരയുദ്ധം. ഇതിൻ്റെ യഥാർത്ഥ മൂലകാരണങ്ങൾ ആരംഭിക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പാണ് എന്ന് ഗവേഷകർ പറയുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം ചിമ്പാൻസി കൂട്ടങ്ങൾ തമ്മിൽ നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടിരുന്നു. കാട്ടുമൃഗങ്ങൾ തമ്മിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ യുദ്ധമെന്നാണ് ഇപ്പോൾ ഉഗാണ്ടൻ മഴക്കാടുകളിലെ ഈ ചിമ്പൻസികളുടെ യുദ്ധത്തെക്കുറിച്ച് ഗവേഷകർ പറയുന്നത്. ചിമ്പാൻസികളുടെ 2 വിഭാഗങ്ങൾ ശത്രു ക്യാമ്പിലേക്ക് റെയ്ഡുകൾ സംഘടിപ്പിക്കുന്നു, പരസ്പരം ആക്രമിക്കുന്നു, ആക്രമണത്തിനുള്ള പദ്ധതികൾ ഇടുന്നു. ഒരിക്കൽ ഇവർ കൈകോർത്ത് പിടിച്ച് നടന്നിരുന്ന ഒരു കൂട്ടം ചിമ്പൻസികളുടെ സമൂഹമായിരുന്നു. 21 ഗവേഷകർ ചേർന്ന് ഉഗാണ്ടൻ മഴക്കാടുകളിലെ ആ ഘോരയുദ്ധത്തെക്കുറിച്ച് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കുന്നു. കാട്ടു ചിമ്പാൻസികളിലെ ഗ്രൂപ്പ് വിഭജനത്തിന് ശേഷമുള്ള മാരകമായ സംഘർഷം എന്ന തലക്കെട്ടിലായിരുന്നു ആ പ്രബന്ധം. ഗവേഷകർ തിരിച്ചറിഞ്ഞ 28 കൊലപാതകങ്ങൾക്ക് പുറമെ ഒരുപക്ഷെ നിരവധി മരണസംഖ്യ ഉയർന്നേക്കാം എന്നും ഗവേഷകർ പറയുന്നു. മനുഷ്യയുദ്ധത്തിനാവശ്യമായ സാംസ്കാരിക അടയാളങ്ങളുടെ അഭാവമുണ്ട്. സ്വന്തം യുദ്ധങ്ങൾക്ക് കാരണമായി നിർവചിക്കാവുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, ഭൂമി കയ്യേറ്റങ്ങൾ, പ്രചരണം, ആത്മീയ ഭിന്നതകൾ ഇവയൊന്നും ഈ യുദ്ധത്തിൽ നിർവചിക്കാൻ കഴിയില്ല. ചരിത്രപരമായ ശത്രുതയുമില്ല. എൻഗോഗോ ചിമ്പാൻസികളെ പിന്തുടർന്ന ശാസ്ത്രജ്ഞരും ചലച്ചിത്ര പ്രവർത്തകരും അവരുടെ പോരാട്ടത്തിന്റെ ക്രൂരതയിൽ അമ്പരന്നുപോയി. ചിമ്പാൻസികൾ അക്രമത്തിന് പ്രാപ്തരാണ് എന്ന് വളരെ കാലമായി അറിയപ്പെടുന്നു. എന്നാൽ ഈ പ്രബന്ധം പ്രസിദ്ധീകരിക്കുന്നതുവരെ മിക്ക പ്രകൃതി ശാസ്ത്രജ്ഞരും കരുതിയിരുന്നത് ഓരോ കൊലപാതകവും ഒരു പ്രത്യേക ഉദ്ദേശം നിറവേറ്റുന്നുവെന്നാണ്. സ്ത്രീകളുമായി ഇണചേരാനുള്ള അവകാശത്തിനായി മത്സരിക്കുന്ന ആൽഫ പുരുഷന്മാർക്കിടയിലോ ഭക്ഷണം കണ്ടെത്താൻ പ്രയാസമുള്ളപ്പോൾ പ്രായമായവരും ഇളയവരുമായ വംശജർക്കിടയിലോ പലപ്പോഴും പോരാട്ടങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇരുപക്ഷത്തിനും ഇപ്പോൾ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്നറിയില്ല.
നീണ്ടു നിൽക്കുന്ന അർത്ഥശൂന്യമായ ഒരു യുദ്ധമെന്ന് ഗവേഷകർ ഇതിനെ വിളിക്കുന്നു. 30 വർഷമായി ചിമ്പൻസികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷക ലോകം. സൂക്ഷ്മമായി പഠിക്കുന്ന ഈ ഗവേഷകർ യുദ്ധ റിപ്പോർട്ടർമാരെ പോലെ ക്യാമറ ടീമുകളുമായി ആ വനാന്തരങ്ങളിൽ കഴിയുന്നു. 2015 ഏകദേശം 200 ചിമ്പൻസികളുടെ എണ്ണം 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഈ പിളർപ്പ് എങ്ങനെ സംഭവിച്ചു എന്ന് ഗവേഷകർക്ക് ഇപ്പോഴും അജ്ഞാതം. പക്ഷെ 5 മൂപ്പന്മാരുടെ സ്വാഭാവിക മരണവുമായി ഇതിന് ബന്ധമുണ്ട്. 5 മൂപ്പന്മാരുടെ സ്വാഭാവിക മരണത്തിന് പിന്നാലെ കോളനിയിൽ സ്ഥിരതയുള്ള ഒരു സ്വാധീനം കുറഞ്ഞു. ഇവർ തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ 2023 ചിമ്പ് എംപറർ എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സിൽ ഒരു മിനി സീരീസ് പ്രദർശിപ്പിച്ചു. ഇതൊരു യഥാർത്ഥ കഥയായിരുന്നു. ഗവേഷകർ പോർക്ക് പൈ എന്ന് പേരിട്ട വളരെ സൗഹാർദ്ദ പെരുമാറ്റമുള്ള ഒരു ചിമ്പൻസി. ഈ ആൺ ചിമ്പൻസി സെൻട്രൽ വംശത്തിൽപ്പെട്ടവൻ. ആക്രമണോത്സുകത വളരെ കുറഞ്ഞ ഒരു ചിമ്പൻസിയായി ഗവേഷകർ ഇവനെ കണ്ടു. മാന്യനും വിശ്വസ്തനും, ആൽഫകളെ അപേക്ഷിച്ച് അത്ര തിളക്കമില്ലാത്തവൻ. നല്ല ഭക്ഷണം കണ്ടെത്തി സുഖമായി ഉറങ്ങുകയാണ് അവന് ഏറ്റവും ഇഷ്ടം. മറ്റു പുരുഷ ചിമ്പൻസികൾ ആ പ്രദേശത്തിൻ്റെ കാവൽ ഡ്യൂട്ടിക്കായി രാത്രി നേരങ്ങളിൽ പോകും. പകലും ചിലപ്പോൾ കാവൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടുന്നവർ വനാന്തരങ്ങളിലുള്ള അവരുടെ കോളനിയുടെ ഓരോ അതിരുകളിൽ ചെന്ന് നിൽക്കും. ഒരു ഉച്ചതിരിഞ്ഞ സമയം സെൻട്രൽ ചിമ്പാൻസികൾ ഒരു റെയ്ഡിന്റെ ഭാഗമായി ഇവരുടെ കോളനിയിലേക്ക് വരുന്നു. ഈ സമയം കാട്ടുതേൻ നിറഞ്ഞ ഒരു കൂട് കണ്ടെത്തി അത് നുകർന്ന് തകർത്ത് സമീപത്ത് നിന്ന ഒരു അത്തിമഴത്തിൽ നിന്ന് പഴുത്ത പഴങ്ങൾ എടുത്തു ഭക്ഷിക്കുകയായിരുന്നു ആൺ ചിമ്പൻസി. സെൻട്രൽ വിഭാഗത്തിലെ ചിമ്പൻസികൾ തങ്ങളുടെ കോളനിയിൽ എത്തി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ബാക്കിയുള്ള ചിമ്പാൻസികൾ പട്രോളിങ്ങിനായി പോയി. അത്തിമരത്തിൽ നിന്ന് ഇഷ്ടം പോലെ അത്തിപ്പഴങ്ങളുമായി താഴേക്കിറങ്ങുകയായിരുന്നു അപ്പോൾ പോർക്ക് പൈ. എതിർവിഭാഗം ഉടൻ തന്നെ ആ പോർക്ക് പൈയുടെ അരികിലെത്തി അവനെ കടിച്ചു മുറിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. ചിമ്പൻസിയുടെ ശരീരം തകർന്ന നിലയിൽ. ഇത് കണ്ടെത്തിയപ്പോൾ ഈ ഗവേഷക സംഘത്തിൻ്റെ മനസ്സ് വേദനിച്ചു. ഗവേഷകർ പിന്നീട് ഈ സംഭവം വിവരിക്കുന്നു. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് പ്രായോഗികമായ ഒരു ഓപ്ഷനല്ല. മനുഷ്യർക്ക് ചെയ്യേണ്ടതായി ഒന്നും അവിടെയില്ല. ഇത് ചിമ്പൻസി ജീവിതത്തിൻ്റെയും അവരുടെ പെരുമാറ്റത്തിൻ്റെയും ഒരു സ്വാഭാവിക ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ നോക്കി നിൽക്കാനേ മനുഷ്യവംശത്തിന് കഴിയൂ. കാട്ടിൽ ചിമ്പാൻസികൾക്ക് 50 വർഷം വരെ ജീവിക്കാൻ കഴിയും. യുദ്ധത്തിന് മുമ്പുള്ള ജീവിതം ഒരുപക്ഷെ പോർക്ക് പൈ ഓർക്കുന്നുണ്ടാവാം. എന്നാൽ താൻ എത്രമാത്രം അപകടത്തിൻ്റെ വക്കിലാണ് എന്നവൻ തിരിച്ചറിഞ്ഞില്ല. ശാസ്ത്രജ്ഞർ അവരുടെ മേഖലയിലുണ്ട് എന്ന ചിമ്പൻസികൾക്ക് തീർച്ചയായും അറിയാം എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. എല്ലാ ദിവസവും ശാസ്ത്രജ്ഞരും ട്രാക്കർമാരും രാവിലെ ആദ്യം പുറത്തുപോയി ചിമ്പാൻസികളെ കണ്ടെത്തും. ധാരാളം ശബ്ദമുണ്ടാക്കുന്ന ഇവരെ കണ്ടെത്തുക എളുപ്പമാണ്. അവയെ പിന്തുടരുക വലിയ ബുദ്ധിമുട്ടും. ഒരു ദിവസം പെട്ടെന്ന് മനുഷ്യയുദ്ധം പോലെ അസാധാരണമായി അപ്രതീക്ഷിതമായി ഇരുവിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം തുടങ്ങുന്നു. ആദ്യം ഒരു ചെറിയ പോരാട്ടത്തിന് ശേഷം ചെറിയ സംഘം പിൻവാങ്ങി. പതിയിരുന്ന ആക്രമണങ്ങളും കൊലപാതകങ്ങളും പതിവായി. യുദ്ധത്തിന്റെ തുടക്കത്തിൽ മധ്യഗോത്രത്തിന്റെ നേതാവ് ജാക്സൺ എന്ന് ഗവേഷകർ പേരിട്ട ഒരു ആൽഫ ചിമ്പൻസി. അവൻ മറ്റുള്ളവരെ ഭയപ്പെടുത്തിയാണ് ഭരിച്ചിരുന്നത്. തൻ്റെ പ്രജകളെ അവൻ നിരന്തര പോരാട്ടത്തിലൂടെ ഭയപ്പെടുത്തി. ഒരു കാരണവുമില്ലാതെ തൻ്റെ കൂട്ടത്തിലുള്ളവരുടെ നേർക്കവനോടും അവരെ ഭയപ്പെടുത്തും. ചിലപ്പോൾ കൈകൊണ്ട് അവരെ ശക്തിയായി മർദ്ദിക്കും. ഈ ഗോത്രത്തിലെ ഏറ്റവും വലിയ ചിമ്പൻസി മൈൽസ് ഉൾപ്പെടെ വലിയൊരു സഖ്യകക്ഷി അവനൊപ്പം. വിശ്വസ്തരായ അംഗരക്ഷകരെ എപ്പോഴും അവൻ കൂടെ നിർത്തും. ഈ ചിമ്പൻസികളെ അടുത്തറിഞ്ഞപ്പോൾ അവരിൽ ചിലത് വളരെ മനുഷ്യനാണെന്ന് തോന്നിയെന്നാണ് ഗവേഷകർ പറയുന്നത്. ചിമ്പൻസികൾ എണ്ണമറ്റ വിധത്തിൽ മനുഷ്യരെ പോലെയാണ്. അർത്ഥശൂന്യമായ യുദ്ധത്തിനുള്ള അവരുടെ ആർത്തി ഉൾപ്പെടെ ഇപ്പോൾ അത് വ്യക്തമാണ് എന്ന് ഗവേഷകർ പറയുന്നു. ചിമ്പൻസികൾ തമ്മിലുള്ള യുദ്ധം നേരത്തെയും ലോകത്ത് വലിയ വാർത്തയായിരുന്നു. ഗോംബെ സ്ട്രീം നാഷണൽ പാർക്കിലെ ഗവേഷകർ ചിമ്പാൻസികൾക്കിടയിലെ അക്രമാസക്തമായ സ്വഭാവങ്ങളിലേക്ക് ഒരിക്കൽ ലോക ശ്രദ്ധ തിരിച്ചിരുന്നു. 1970കളിൽ ചിമ്പൻസികളുടെ 2 സംഘങ്ങൾ തമ്മിൽ നടന്ന ഘോരയുദ്ധം. ഇത് ഗോംബെ ചിമ്പൻസി യുദ്ധം എന്നറിയപ്പെട്ടു. തങ്ങളുടെ കൂട്ടത്തിനുള്ളിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി പലപ്പോഴും ചിമ്പൻസികൾ അതിക്രൂരമായ പോരാട്ടങ്ങളിൽ ഏർപ്പെടും. ഒരു ഗോത്രത്തിൽ നിയന്ത്രണം നേടാൻ ആൺ ചിമ്പൻസികൾ ഉഗ്രമായി പോരാടും. എതിരാളികളെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യും. ചിമ്പാൻസി സംഘങ്ങൾ
തങ്ങളുടെ അതിർത്തികളിൽ നിശബ്ദമായി പട്രോളിംഗ് നടത്തും. എതിർ ഗ്രൂപ്പുകളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നവയെ പതിയിരുന്നവർ ആക്രമിക്കും. കണക്കുകൂട്ടിയുള്ള ആക്രമണങ്ങളാണ് പലതും. വംശനാശ ഭീഷണി അഭിമുഖീകരിക്കുന്ന ജീവികളായ ചിമ്പാൻസികൾ ആഫ്രിക്കയിൽ നിന്നുള്ളവരാണ്. 1,00,000-ലധികം ചിമ്പാൻസികൾ മാത്രമാണ് ഇപ്പോഴുള്ളത് എന്ന് സാൻ ഫ്രാൻസിസ്കോ മൃഗശാല അധികൃതർ പറയുന്നു. 1974-നും 1978-നുമിടയിൽ ടാൻസാനിയയിലെ കിഗോമ മേഖലയിലെ ഗോംബെ സ്ട്രീം നാഷണൽ പാർക്കിൽ ചിമ്പൻസികളുടെ 2 സമൂഹങ്ങൾ തമ്മിൽ ഒരു അക്രമാസക്തമായ സംഘടന പൊട്ടിപ്പുറപ്പെട്ടു. ഗോംബെ ചിമ്പൻസി യുദ്ധമെന്നാണ് ഈ 4 വർഷ യുദ്ധം അറിയപ്പെട്ടത്. 1974-ൽ ഇരുവിഭാഗമായി ഇവർ പിരിയുന്നു. വിഘടനവാദികളിൽ 6 മുതിർന്ന പുരുഷന്മാരും 3 മുതിർന്ന സ്ത്രീകളും അവയുടെ കുഞ്ഞുങ്ങളും. മറുവിഭാഗത്തിൽ 8 മുതിർന്ന പുരുഷന്മാരും 12 മുതിർന്ന സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും. 4 വർഷ സംഘടനത്തിനിടയിൽ ഒരു വിഭാഗത്തിലെ പുരുഷന്മാരെ മുഴുവൻ മറുവിഭാഗം കൊലപ്പെടുത്തി. പലപ്പോഴും മനുഷ്യരുടെ പെരുമാറ്റവും രീതികളുമായി ചിമ്പാൻസികളുടെ പെരുമാറ്റത്തിന് ഏറെ സാമ്യത. അതുതന്നെയാണ് ഇപ്പോൾ അവർ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.